തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ സംസാരിച്ചതുപോലെ തന്നെ നമുക്ക് പെരമ്പൂറും സംസാരിക്കേണ്ടി വരും. 2,27,000 വോട്ടർമാരുള്ള പെരമ്പൂർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പെരമ്പൂരിലെ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ഒരു സിറ്റി മാത്രമല്ല പെരമ്പൂരിൻ്റെ ഇന്നർ സ്കേർട്സിലേക്ക് പോകണം. പെരമ്പൂർ എത്ര വൃത്തിഹീനമാണെന്ന് കാണാൻ കഴിയും. അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റം, സ്വഭാവം, അവർ ജീവിക്കുന്ന വഴികൾ കാണാൻ കഴിയും. ഒരുമാതിരി അടുക്കി വെച്ച കൂടുകൾ പോലെയാണ് അവിടെയുള്ള വീടുകൾ. അവിടെ വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ആരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരും. ഒരു തരത്തിലുമുള്ള മാറ്റം ഇത്രയും നാൾ DMK ഭരിച്ചിട്ട് പോലും ഒരു തരത്തിലുമുള്ള മാറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പറയുമ്പോഴാണ് ആളുകൾക്കൊരു മാറ്റം വേണമെന്ന് പറയേണ്ടത്. അവർ ഹയർ ഒഫീഷ്യൽസിനോട് പോയി പരാതിപ്പെടുന്നുണ്ട്, അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവർ പരാതിപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും അവിടുത്തെ ഒഫീഷ്യൽസ് അനങ്ങുന്നില്ല എന്ന് തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. വേസ്റ്റ് കൂമ്പാരം, മാലിന്യ കൂമ്പാരം, ചെന്നൈ സിറ്റിയിലുള്ള മാലിന്യ കൂമ്പാരം വന്ന് മുഴുവൻ ഡംപ് ചെയ്തിടുന്നത് പെരമ്പൂരിനുള്ളിലാണ്, ഇന്നർ സ്കേർട്സിലാണ്. അവിടെയുള്ളവർ എങ്ങനെയാണ് താമസിക്കുന്നത് അറിയാം. അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ മാറുന്നത്. അത്രയ്ക്ക് മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ തൊട്ടടുത്താണ് വീടുകൾ. അത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് അവിടെ ഒരാൾക്ക് നിൽക്കാൻ പോലും കഴിയാതെ നിൽക്കുമ്പോഴാണ് അവിടെയുള്ളവർ അവിടെ ജീവിക്കുന്നത് എന്നതും കൂടി ആലോചിച്ച് നോക്കണം. വെള്ളത്തിന് കൃത്യമായ രീതിയിൽ അല്ല പോകുന്നത്. വെള്ളം മാലിന്യം നിറഞ്ഞ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കുൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് പെരമ്പൂരിൽ നിൽക്കുന്നത്. ഇതെല്ലാം നിൽക്കുന്ന ഒരു വൃത്തിഹീനമായ സ്ഥലമാണ് പെരമ്പൂർ. വീതിയുള്ള റോഡുകളില്ല എന്നതും കൂടി എടുത്തു പറയണം. അവിടെയുള്ള വിദ്യാർത്ഥികൾ പലരും സ്കൂളിൽ പോലും പോകുന്നില്ല. അവിടെയുള്ള പലരും രാവിലെ എഴുന്നേറ്റാൽ മുതൽ മദ്യവും കഞ്ചാവിനും അടിമപ്പെട്ടിരിക്കുന്നു. അതും പരസ്യമായി നടു റോഡിലാണ്. അവരുടെ അമ്മമാരുടെ മുമ്പിൽ, സഹോദരിമാരുടെ മുമ്പിൽ, ഭാര്യമാരുടെ മുമ്പിൽ രാവിലെ ആ റോഡുകളിൽ ഇടവഴികളിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ മദ്യവും കഞ്ചാവും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ വോക്സ് പോപ്പുകൾ നിങ്ങൾ കേൾക്കണം. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇതൊക്കെയാണ് ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്രയും വളരെ വൃത്തിഹീനമായ സ്ഥലമാണ് പെരമ്പൂരിൻ്റെ ഇന്നർ സ്കേർട്സ്. അവിടെ ആണ് വിജയ് എത്തുന്നത്. വിജയ് ഉണ്ടാക്കാൻ പോകുന്ന ഓളം നമ്മൾ പറഞ്ഞാൽ പോലും അത് തീരില്ല. കാരണം നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു സിനിമാക്കാരനായ വിജയ് മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി വിജയ് കൃത്യമായ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ഓരോയിടത്തും ഓരോ മണ്ഡലങ്ങളിൽ ഇറങ്ങി സംസാരിക്കുന്നുണ്ട്. ഓരോയിടത്തും ആളുകളെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. വിജയ് എത്തുമ്പോൾ തന്നെ ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. ഈ വിജയ് എത്തുമ്പോൾ ആളുകൾ തടിച്ചു കൂടുന്നത് നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന്, വിജയ് എന്ന സിനിമാക്കാരനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്രയും നാളുകളായി വിജയ് അണ്ണൻ എന്ന് പറഞ്ഞ് പാസം നിറച്ചു വെച്ചിരിക്കുന്ന ഇത്രയും അധികം ആളുകൾ വിജയിയെ കാണാനും അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാം, തിരശ്ശീലയിൽ നിന്ന് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് മറ്റു ചില ആളുകളുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ നേതാവ് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കണം, ഇത്രയും നാളും പൊക്കോണ്ടിരിക്കുന്ന ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അതിപ്പോൾ വിജയ് എങ്കിൽ വിജയ്, സി ജോസഫ് വിജയ് എങ്കിൽ സി ജോസഫ് വിജയ് എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അവർ ഒരു രാഷ്ട്രീയക്കാരനായ വിജയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നതും പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സിനിമാക്കാരനായ വിജയ് യൂത്തിനിടയിൽ ഉണ്ടാക്കുന്ന ഓളം പോലെ തന്നെ അവിടെ സാധാരണക്കാരായ കുടുംബജീവിതം നയിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവർ വിശ്വാസത്തിലെടുക്കാൻ വിജയ്ക്ക് കഴിഞ്ഞാൽ പുഷ്പം പോലെ വിജയ്ക്ക് പെരമ്പൂരിൽ നിന്നും വിജയിക്കാൻ കഴിയും. അത് തന്നെയാണ് തമിഴ്നാട്ടിൽ പെരമ്പൂരിൽ നിന്നുള്ള ട്രാക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. വെറും 6 ദിവസങ്ങൾക്കുള്ളിൽ തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോഴേക്കും പെരമ്പൂർ ഒരു വലിയ മാറ്റത്തിൽ നിൽക്കുകയാണ് എന്നത് പറയേണ്ടി വരും. RD ശേഖറാണ് അവിടെ DMK സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. RD ശേഖറിൻ്റെ ഭരണത്തെക്കുറിച്ച് വലിയ എതിർപ്പുകൾ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. പെരമ്പൂരിൽ മാത്രമല്ല, ഓരോ മണ്ഡലങ്ങളിൽ പോയാൽ പോലും DMKക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങാൻ വേണ്ടി കുടുംബത്തിലുള്ള സ്ത്രീകളെ റോഡിലേക്ക് ഇറക്കുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ കഴിയും. സാധാരണയായിട്ട് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. കേരളത്തിലും അതൊക്കെ സംഭവിക്കാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ പെരമ്പൂരിൽ എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും ദുസ്സഹമായ ജീവിതം ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പോലും അവർ തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല, എതിർക്കാൻ അവിടെ ആരുമില്ല. ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം, പറയാൻ പറഞ്ഞാൽ പറയണം, അതിനുവേണ്ടി റാലി ഇറങ്ങണമെങ്കിൽ ഇറങ്ങണം, നിങ്ങൾക്കൊരു തുക തരും എന്നുള്ളതാണ് അവിടെയുള്ള ചിന്തയെങ്കിൽ അത് മാറ്റാൻ, ആ വിരൽ കൊണ്ട് മാറ്റിമറിക്കാൻ ഒരുപക്ഷെ പെരമ്പൂർ ജനത തീരുമാനിച്ചാൽ വിജയ്ക്ക് ജയിച്ചു കയറാൻ കഴിയും. അതാണ് നിലവിലത്തെ സാഹചര്യം. RD ശേഖർ DMKക്ക് വേണ്ടി മത്സരിക്കാൻ വരുമ്പോൾ RD ശേഖർ വേഴ്സസ് വിജയ് കോമ്പറ്റീഷനിലേക്ക് പെരമ്പൂർ മാറുമ്പോഴേക്കും അവിടെ സ്കൂളുകൾ വേണം, അവിടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം, കൃത്യമായ അടച്ചുറപ്പുള്ള വീട് വേണം,
മാലിന്യമുക്തമാവണം. ബേസിക് കാര്യങ്ങളാണ് പെരമ്പൂർ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ പല ഹയർ ഒഫീഷ്യൽസിട്ട് പോയി സംസാരിക്കുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അത് കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്ന് വരുമ്പോഴാണ് വിജയെപ്പോലൊരു വ്യക്തി അവിടെ നിർണായകമായ ഘട്ടമായി മാറുന്നത്, തമിഴക വെട്ടിക്കഴകം അവിടെ നിർണായകമായ ഘട്ടമായി മാറുന്നതെന്ന് പറയേണ്ടി വരും. സോ പെരമ്പൂരിൽ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിജയ്ക്കുള്ള ജയസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എങ്കിൽ പോലും അവിടെ DMK-ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഇത്രയും വളരെ മോശമായി നിൽക്കുന്ന പെരമ്പൂർ മണ്ഡലത്തിൽ പോലും ഒരു കുഴപ്പവുമില്ല എന്ന് ബാധിക്കുന്ന ആളുകളും അവിടെ ഉണ്ട്. അതുകൊണ്ട് അവരിത് യൂസ്ഡായി കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ ജീവിതം ഓക്കെയാണ് എന്ന് പറയുന്ന ആളുകൾ പോലുമുണ്ട്. ബേസിക് കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിവില്ലാത്ത ആളുകൾ പോലും അവിടെയുണ്ട്. അവിടെ DMK ക്യാപിറ്റലൈസ് ചെയ്യുമോ എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്. DMK ആയാലും TVK ആയാലും അധികാരത്തിലേക്ക് ആര് വന്നാലും ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് ഒരു ബേസിക് ക്വാളിറ്റി എങ്കിലും അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ അവകാശമാണ്. അത് പോലും കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് ഇറങ്ങരുത് എന്നുള്ളത് തന്നെയാണ്. സോ ആ ട്രെൻഡ് അനുസരിച്ച് പോവുകയാണെങ്കിൽ DMK-ക്ക് ഒരു മുൻതൂക്കമുണ്ട്. പക്ഷേ വിജയ് ഫാക്ടർ, ആ ഒരു എക്സ് ഫാക്ടറിനെ തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. പെരമ്പൂർ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കാം. ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ട് വിജയ്ക്ക് അവിടെ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് ഒരു പുതിയ മാറ്റത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ വഴിവെച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.